നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ കലിയുഗ വരദായിയായിട്ടുള്ള ചിരഞ്ജീവിയായിട്ടുള്ള ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുവാൻ, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുവാൻ വളരെ ലളിതമായ അനുഷ്ഠാനമാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കുന്നത്. നമുക്കറിയാം, ക്ഷിപ്രപ്രസാദിയാണ്, അഭയവരദായിയാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയെ നാം ഉപാസിക്കുകയാണെങ്കിൽ ശനിദോഷപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, നവഗ്രഹപരമായിട്ടുള്ള എല്ലാ ദോഷവും നമുക്ക് മാറിക്കിട്ടും. കാരണം നവഗ്രഹദോഷങ്ങൾ അകറ്റുവാൻ പഞ്ചമുഖി ഹനുമാൻ ഭാവം നമുക്കേവർക്കും പ്രിയപ്പെട്ടതാണ്. ശത്രുക്കൾ നമുക്ക് പ്രയോഗിക്കുന്ന താന്ത്രിക കർമ്മങ്ങൾ, അതേപോലെ നവഗ്രഹദോഷപരമായിട്ടുള്ള ഈവൻ നാഗദോഷങ്ങൾ വരെ ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചാൽ നമുക്ക് മാറും. കാരണം പല അവതാരങ്ങൾ, അഷ്ടമസിദ്ധികൾ, ഇവയെല്ലാം ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം സിന്ദൂരമാണ്. ആ സിന്ദൂരം എന്തുകൊണ്ടാണ് ഇഷ്ടമെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സീതാദേവിയുടെ സിന്ദൂരം ഹനുമാൻ സ്വാമിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ സീതാദേവിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സിന്ദൂരം നെറുകയിൽ അണിയുന്നത് എന്നറിഞ്ഞ് സീതാദേവി പറഞ്ഞു, ശ്രീരാമനോടുള്ള സ്നേഹം. അതറിഞ്ഞ ഹനുമാൻ സ്വാമി ചെറി അസൂയ കൂടിയ ഒരു അവതാരമാണെന്ന് നിങ്ങൾക്കറിയാം. രാമഭക്ത ഹനുമാൻ എന്നാണ് ഭഗവാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ശ്രീരാമനോട് ഉണ്ട്. അപ്പോൾ ദേഹമാസകലം സിന്ദൂരം തേച്ച് ആ സ്നേഹപ്രകടനം നടത്തിയതാണ് ഭക്തവത്സലനായ ഹനുമാൻ. അത്ര കണ്ട നിഷ്കളങ്കനാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുമ്പോൾ സിന്ദൂരം പ്രധാന ഘടകമാണ്. സിന്ദൂരത്തിൻ്റെ കുറി തൊടുക, അതേപോലെ കടല മാലയായിട്ട് ഭഗവാനെ അലങ്കരിക്കാം, കടല നിവേദ്യം ചെയ്യാം. അതേപോലെ വെറ്റില രണ്ടറ്റവും കട്ട് ചെയ്ത് ഭഗവാന് വെറ്റില സമർപ്പിക്കാം, അല്ലെങ്കിൽ വെറ്റില മാല സമർപ്പിക്കാം. പൂവെന്ന് പറഞ്ഞാൽ താമരയാണ്. അതേപോലെ ഭഗവാന് ഏറ്റവും ഇഷ്ടം പിച്ചി മുല്ലയാണ്. ആ പിച്ചി ഭഗവാന് ഹാരമായിട്ട് അലങ്കരിക്കാം, അല്ലെങ്കിൽ പ്ലെയിനായിട്ട് പിച്ചി പൂവ് ഭഗവാന് സമർപ്പിക്കാം. പിന്നെ ഏറ്റവും ഇഷ്ടം പാനകമാണ്. പാനകം അതായത് കാര്യസിദ്ധി. നമുക്കെന്തെങ്കിലും കാര്യം സാധിക്കുക എന്നുണ്ടെങ്കിൽ ഭഗവാന് പാനകം നിവേദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന് ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഭഗവാനെ പ്രസാദിക്കാനുള്ള, ഇപ്പോൾ സാധാരണ ഇന്നത്തെ യുഗത്തിൽ, പണ്ടൊക്കെ നമ്മൾ കുരുത്തോലയിൽ താളിയോലയിലൊക്കെ എഴുതുമായിരുന്നു റാം റാം എന്ന്. ഇന്ന് നമ്മളൊരു പുസ്തകത്തിൽ ഒരു ദിവസം 21 പ്രാവശ്യം രാമെന്ന് എഴുതുക. ഇന്ന് രാമൻ 21 പ്രാവശ്യം എഴുതിയാൽ നാളെ രാവിലെ ഇതേപോലെ സമയത്ത്
21 പ്രാവശ്യം എഴുതുക. 21ാമത്തെ പ്രാവശ്യം നാം എന്താണോ കാര്യം വിചാരിച്ചത് അത് നടക്കുകയും തന്നെ ചെയ്യും. പണ്ട് കാലങ്ങളിൽ ഹനുമത് ദർശനം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് ഏതെങ്കിലും തറയുണ്ടെങ്കിൽ അവിടെ വെള്ളം തളിച്ച് രാം രാം എന്ന് എഴുതിക്കൊണ്ടേയിരിക്കുമായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷേ ഇത് ഇപ്പോൾ നിലവിലില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അത് ചെയ്തു വരുന്നു. ഭഗവാന്റെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ തറയിൽ വെള്ളം നല്ലോണം തളിച്ച് വൃത്തിയാക്കി അതിൽ രാമെന്ന് എഴുതിക്കൊണ്ടേയിരിക്കും. 21 പ്രാവശ്യം, ചിലപ്പോൾ 108 പ്രാവശ്യമൊക്കെ എഴുതും. ഓരോ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കും. കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഒരു തരത്തിലുള്ള വിഘ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സന്തോഷമായിട്ടുള്ളൊരു കുടുംബം നമുക്ക് വീണ്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഹനുമാൻ നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നടയിൽ സമർപ്പിച്ചാൽ ഹനുമത് പ്രീതിക്ക് കാരണമാകും. അതേപോലെ നമ്മൾ വീടുകളിൽ എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ രാമനാമം നമ്മൾ എഴുതിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ഫുൾ സെക്യൂർഡാവും. ശത്രുക്കളാലോ അല്ലെങ്കിൽ നവഗ്രഹ ദോഷങ്ങളാലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അറുതി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നടക്കും. കാരണം നമുക്ക് കേൾക്കുമ്പോൾ സിമ്പിളാണെങ്കിലും അത് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇതെത്ര പവർഫുള്ളാണെന്ന്. കുറേ വഴിപാടുകൾ അവിടെ ഇവിടെ വഴിച്ചിട്ട് കാര്യമില്ല. യുക്തിയോടെ നമ്മുടെ പുരാണികർ, സന്യാസിമാർ, ഋഷിവര്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഓരോ നുറുങ്ങുകൾ നമ്മൾ വീടുകളിൽ ചെയ്താൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറും. ഒരു പിൻ പോയിൻ്റാണ് നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ വലിയ എന്തോ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മൾ ചെന്ന് പെടുന്നത്. ഇപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് തന്നെ കർമ്മി ഉണ്ടാവും. അപ്പോൾ ആ കർമ്മിക്ക് തന്നെ നല്ല രീതിയിൽ ഇന്നത്തെ യുഗം അതാണ്. നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ യുക്തിയോടെ നാം ജീവിച്ചു കഴിഞ്ഞാൽ, സിദ്ധന്മാരുടെ രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ നുറങ്ങുകൾ മതി എത്ര വലിയ മാരണം വരെ നമ്മളെ ഒന്നും ഏക്കത്തില്ല. കാരണം നമ്മുടെ ഉപാസനാ മൂർത്തികൾ ശക്തമായുള്ളിടത്തോളം കാലം നമ്മുടെ ഓറ സ്ട്രോങ് ആയിരിക്കും. ആ ഓറ സ്ട്രോങ് ആയാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളെ അലട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ ഓരോ വ്യക്തിക്കും തനതായ ഉപാസനാമൂർത്തി ശക്തിപ്പെടുത്തണം. അതിന് നമ്മളെന്താ ചെയ്യുക? എല്ലാ ദിവസവും ഉപാസന ചെയ്യണം, ജപിക്കണം. അതുവഴി നമ്മളിലെ ഓറ സ്ട്രോങ് ആവുകയും ഇതേപോലത്തെ നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്ത് നിർത്താനും നമ്മളെ കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ